എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വത നാഭിഹ്രദാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാം പതിഃ. ഒന്നുകൂടി ശ്ലോകം നോക്കാം. യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വത നാഭിഹ്രദാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാം പതിഃ. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. യസ്യ അംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വതഃ നാഭിഹ്രദംബുജാത് ആസീത് ബ്രഹ്മാ വിശ്വസൃജാം പതിഃ. ഒന്നുകൂടി അന്വയം നോക്കാം. യസ്യ അംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വതഃ നാഭിഹ്രദ അംബുജാത് ആസീത് ബ്രഹ്മാ വിശ്വസൃജാം പതിഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. യസ്യ അംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വതഃ നാഭി ഹൃദ അംബുജാത് ആസീത് ബ്രഹ്മാ വിശ്വസൃജാം പതിഃ. ഒന്നുകൂടി പദങ്ങളായിട്ട് നോക്കാം. യസ്യ അംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വതഃ നാഭി ഹൃദ അംബുജാത് ആസീത് ബ്രഹ്മാ വിശ്വസൃജാം പതിഃ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. യസ്യ ആരുടെ, അംഭസി ജലത്തിൽ, പ്രളയജലത്തിൽ, ശയാനസ്യ ശയിക്കുന്നവൻ്റെ, യോഗനിദ്രാം വിതന്വതഃ യോഗനിദ്രയിൽ പ്രവേശിച്ചിരിക്കുന്ന, നാഭിഹ്രദ അംബുജാത് നാഭി സരോവരത്തിൽ നിന്നുള്ള കമലത്തിൽ നിന്ന്, ആസീത് ജനിച്ചു, ബ്രഹ്മാ ബ്രഹ്മാവ്, വിശ്വസൃജാം പതിഃ സൃഷ്ടികർത്താക്കളിൽ പ്രധാനി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഭാഗവതത്തിലെ മഹത്തായ ദൃശ്യങ്ങളിലൊന്നാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. പ്രളയജലത്തിൽ യോഗനിദ്രയിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഉദ്ഭവിച്ച കമലത്തിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു. സൃഷ്ടിയുടെ ആരംഭം വിഷ്ണുവിൽ നിന്നാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, പക്ഷേ ആധാരം വിഷ്ണുവാണ്. യോഗനിദ്ര അത് സൃഷ്ടി സങ്കല്പത്തിൻ്റെ ശക്തമായ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഭാഗവതം വ്യക്തമാക്കുന്നത് സൃഷ്ടിയുടെ മൂലകാരണം പരമപുരുഷനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനാണ് എന്ന് സൂചിപ്പിക്കുന്നു. തുടർന്നുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.